നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 ഏപ്രിൽ മാസം വിഷുദിനം മുതൽ ഒരു വർഷക്കാലയളവിൽ സംഭവിക്കാവുന്ന സാമാന്യ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2026 വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു വർഷമായിരിക്കും ആയില്യം നക്ഷത്രക്കാർക്ക്. കഴിഞ്ഞ 6 വർഷത്തോളം വളരെ ദുർഘടം നിറഞ്ഞ ഒരു കാലമായിരുന്നു ആയില്യം നക്ഷത്രക്കാർക്ക്. എന്നാൽ ഇനി മുതലുള്ള കാലം ദൗർഭാഗ്യങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ ക്രമാനുഗതമായ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് യോഗ്യതയ്ക്കനുസരിച്ചുള്ളൊരു ജോലി ലഭിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകാരം വരുമാനം ഉണ്ടാകുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ദീർഘനാളായി വീട് പണി തുടങ്ങുവാൻ ഒക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്നവർക്ക് വീട് പണി തുടങ്ങുവാനും കാലക്രമേണ പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാണ്. ധനം സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാവൂ. അല്ലെങ്കിൽ പലപ്പോഴും ധനനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും വരവിനേക്കാൾ കൂടുതൽ ചിലവ് അനുഭവപ്പെടും. പുതിയ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, വാഹനം ഇവയ്ക്കൊക്കെ യോഗമുണ്ട്. എന്നാൽ വാഹനം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാവൂ. ജീവിത പങ്കാളിയുമായും കുടുംബത്തിലെ മറ്റംഗങ്ങളുമായും പലപ്പോഴും കലഹിക്കുമെങ്കിലും പൊതുവെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കുമെങ്കിലും പലർക്കും സന്ധിവേദന, വാതസംബന്ധമായ രോഗങ്ങൾ, പലപ്പോഴും അകാരണമായ ടെൻഷൻ ഇവയൊക്കെ അനുഭവത്തിൽ വരാം. ക്രോണിക്കായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ രോഗം കഠിനമാകുവാനും അതുമൂലം പല കഷ്ടതകൾക്കും സാധ്യതയുണ്ട്. അതിനാൽ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായ വാക്കുതർക്കങ്ങളിൽ നിന്നും മനഃപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ സ്ഥലത്ത് അല്പം ക്ഷമയോടെ കാര്യങ്ങൾ പഠിക്കുന്നതും വാക്കുകളിൽ മിതത്വം പാലിക്കുന്നതും മേലധികാരികളുമായി ഇടപെടുന്ന സമയത്ത് ജാഗ്രതയോടെ സംസാരിക്കുന്നതുമൊക്കെ തൊഴിലിൽ എല്ലാവിധ പുരോഗതിക്കും കാരണമാകുമെന്നതിനാൽ പ്രസ്തുത കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. കുറച്ച് പക്വതയോടുകൂടി പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചാൽ ആയില്യം നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഈ വർഷം നേടുവാൻ സാധിക്കുന്നതാണ്. സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് വിജയം, പ്രശസ്തി എന്നിവ ലഭിക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പ്രൊജക്റ്റുകൾ ആരംഭിക്കുവാനും അതുമൂലം സാമ്പത്തിക ലാഭം നേടുവാനും സാധിക്കുന്നതാണ്. കുജൻ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവുമായോ 9-ൽ നിൽക്കുന്ന ശനിയുമായോ ദൃഷ്ടി കൊണ്ടോ യോഗം കൊണ്ടോ ബന്ധമുണ്ടാകുന്ന സമയങ്ങളിലൊക്കെ അല്പം ജാഗ്രത പാലിക്കുന്നത് നന്നാവും. അതിനാൽ മാസഫലങ്ങൾ കൂടി നോക്കുന്നത് വളരെയധികം നന്നായിരിക്കും. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ആയില്യം നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ വർഷമായിരിക്കും 2026 വിഷുദിനം മുതൽ ഒരു വർഷക്കാലം. വ്യത്യാസം കാണാത്തവർ ജാതകം പരിശോധിച്ച് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. എല്ലാ ആയില്യം നക്ഷത്രക്കാർക്കും ഐശ്വര്യവും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു.